വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നലെ ലാലേട്ടൻ വന്നെത്തിയതും ഭയങ്കര ചൂടിലായിരുന്നു. ലാലേട്ടൻ ചൂടായിട്ട് വന്ന് ചോദിക്കാനുള്ള കാര്യം, ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിരുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് ചോദിച്ചു. ആൻഡ് അത് എന്തുകൊണ്ടാണ് കെയർലെസ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആർക്കും ആൻസർ ഇല്ല. ബിക്കോസ് അത് ആരും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അറ്റ് ദ എൻഡ് ഒരു വീഡിയോ ഇട്ട് കാണിച്ചു ആരാണ് ഓൺ ചെയ്ത് വെച്ച് ചോദിച്ചപ്പോൾ ജാസ്മിൻ. സോ തലേ ദിവസം ജാസ്മിൻ ഓൺ ചെയ്ത് വെച്ചിട്ട് അത്ര പേര് ചുറ്റിയിരുന്നിട്ടൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ഇരിക്കാം. ബിക്കോസ് അതൊരു സെറ്റാണല്ലോ, സെറ്റ് ഇട്ടിരിക്കുകയാണല്ലോ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എത്ര പേർക്ക് എന്ത് വേണേലും സംഭവിക്കാം. അത് കഴിഞ്ഞതും അനാവശ്യമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതിന് നമ്മളെ ആൾക്കാരുടെ അഭിപ്രായം വെച്ച് ഒരാള് കൊടുത്തിരിക്കുന്ന കമന്റ് കൊണ്ടുവന്ന് റീഡ് ചെയ്തു. ജാസ്മിനും ഗബ്രിയും നിലവാരം ഉയർത്തണം, ബാക്കിയുള്ള സീസണിൽ കളിച്ചതുപോലെയല്ല ഈ സീസണിൽ ജിൻഡോ ആയാലും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കണം പറഞ്ഞ് ഒരു ഇങ്ങനെ മാല പോലെ കൊടുത്തു. 18+ ടോക്സ്, അഡൽട്ട് ഓൺലി ടോക്സ് ആരൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു. ഹൗസ്മേറ്റ്സിനോടൊക്കെ ഇങ്ങനെ മാല ഇടാൻ പറഞ്ഞു. മെജോറിറ്റി വാസ് ഫോർ ജിൻഡോ, ദെൻ ഫോർ ഗബ്രി, പിന്നെ 2 ജാസ്മിനും കിട്ടി, 1 ജാൻമണിക്കും കിട്ടി. അപ്പോ ലാലേട്ടന്റെ ഒരു അധികാര പ്രകാരം ജിൻഡോനെയും ഗബ്രീനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് പുറത്താക്കി അവരെ ആക്ടിവിറ്റി റൂമിൽ വെച്ചു. പിന്നെ ഇവിടെ ഒരു നെക്സ്റ്റ് ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നതും ഒരു ടാസ്ക് ഒക്കെ കൊടുത്തു. അതായത് ഡയലോഗ്സും സോങ്സിനെയും ബാക്കിയുള്ളവര് എന്ത് റിയാക്ഷനിൽ പറയാൻ പറയുന്നു ആ ഒരു റിയാക്ഷനിൽ പറയണം. ഇപ്പൊ പാട്ടാണെങ്കിൽ കരഞ്ഞിട്ട് പാടണമെങ്കിൽ കരഞ്ഞിട്ട് പാടണം, സങ്കടപ്പാട്ടാണെങ്കിൽ സന്തോഷത്തിൽ പാടണം, ഡയലോഗ് നല്ല സ്റ്റാൻഡേർഡുള്ള ഡയലോഗ് ആണെങ്കിൽ അതിന് ശോകമായിട്ട് പറയണം. അങ്ങനെയൊക്കെ ടാസ്ക് കൊടുത്ത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇവര് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിച്ചു. അപ്പൊ ഒബ്വിയസ്ലി ഗെയിമിന് വേണ്ടിയിട്ട് എല്ലാവരും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറയില്ല ഞങ്ങൾ ഗെയിമിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. വീട്ടിനുള്ളിൽ ചോദിച്ചപ്പോൾ എല്ലാവരും അയ്യോ അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു. നൂറ മാത്രം തിരിച്ചു കൊണ്ടുവരണ്ട എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എത്ര പേർക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ കൊണ്ടുവരണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ബട്ട് ഓക്കെ പറഞ്ഞു, ക്ഷമിച്ച് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ അത് ഇത്തിരി മോശമായിപ്പോയി. 2-3 ദിവസമൊക്കെ സീക്രട്ട് റൂമിലിട്ട് അതല്ലെങ്കിൽ ഒന്ന് പുറത്താക്കി, അല്ലെങ്കിൽ സീക്രട്ട് റൂമിൽ കുറച്ച് 2-3 ദിവസം ഇട്ട് നമ്മുടെ റോബിനെ ഇട്ട പോലെ ഒരു വീഡിയോ ഒന്നും കാണിക്കാതെ 2 പേരെ മാത്രം ഇട്ട് മിണ്ടാൻ പാടില്ല, സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ ഇട്ടിട്ട് പിന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചൂട് പിടിച്ചാലേ തോന്നി. ഇത് പോയി ചുമ്മാ ആക്ടിവിറ്റി റൂമിൽ ഒരു 10 മിനിറ്റ് നിർത്തി പിന്നെ കൊണ്ടുവന്നു. വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അത്ര ഹൈപ്പ് കൊടുത്ത് അങ്ങനെ ഡൗൺ ആക്കിയ പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ടാസ്ക് കൊടുത്ത് ഒരു റൗണ്ടിൽ ഇങ്ങനെ ഡൈസ് ഇതാക്കിയിട്ട് അത് കീറിച്ചെടുക്കുമ്പോൾ ആരാണോ നോമിനേഷൻ ഫ്രീ ആയത് അവർക്ക് കൊണ്ടുപോയി റോസ് അപ്പ് കൊടുക്കണം. അതൊരു 4 പേര് സേവ് ആയി. പിന്നെ ബാലൻസ് ഉണ്ടായത് നൂറ, യമുന ആൻഡ് ദെൻ ഋഷി. അപ്പൊ അവര് ബോക്സിനുള്ളിൽ കൈമുക്കണം. അത് നമുക്ക് പ്രൊമോൽ തന്നെ കണ്ടല്ലോ. പ്രൊമോൽ തന്നെ എല്ലാവരും പറഞ്ഞു യമനയാണ് ഔട്ട് ആവുന്നത് എന്നുള്ളത്. അതും കൂടെ എന്തിനാണ് ഇപ്രാവശ്യം ഏഷ്യനെറ്റ് പ്രൊമോൽ തന്നെ നമുക്ക് കാണിച്ചതെന്നും കൂടെ അറിഞ്ഞില്ല. അപ്പോൾ യമന ഔട്ടായതും ജാൻമണി കടന്നു. കാരണം എന്റെ ശിവനെ എന്താ ഒരു കരച്ചിലാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗെയിം എന്ന് പുറത്തല്ലേ ആയുള്ളൂ. കുറച്ച് ഓവറായിരുന്നു. ഇനി ജാൻമണിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ഫസ്റ്റ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയാൻ വരും. അത് ഇനി എന്നോട് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ കള്ളക്കണ്ണം കിട്ടിട്ട് കരണ്ടെന്ന് ലാലേട്ടൻ വല്ല പറഞ്ഞില്ല. ലാലേട്ടൻ ഇന്നാണ് പറയാൻ പോണത്, വെച്ചിട്ടുണ്ട് ജാൻമണിക്ക് എന്നുള്ളത്. പിന്നെ അവസാനം പറഞ്ഞു 6 വൈൽഡ് കാർഡ് ഇറക്കുന്നുണ്ട്. ഇന്നാണ് ഒന്ന് ചൂട് പിടിക്കുക. ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കോത്തിരിക്കണത്. 6 പേരും കൂടെ ഇറങ്ങണം. 6 പേരും 6 വിധമായിരിക്കണം. ഇതുപോലെ ആയിപ്പോയാൽ പിന്നെ കഴിഞ്ഞു, ബിഗ് ബോസിന്റെ നിലവാരം കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം ഉള്ളിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ബെസ്റ്റ് സീസൺ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ അഭിപ്രായം. അതിൽ ലാലേട്ടൻ ഉള്ളിൽ തോന്നുന്നു ഇതുപോലൊരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ജാൻമണിക്ക് കിട്ടാനുള്ളതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നും കൂടെ വെയിറ്റിംഗ് ആണ്. സോ കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 in Disney+ Hotstar.